ഈ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ. ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകലിൽ ശബ്ദമുയർത്തി എല്ലാ നാമത്തിലും, എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള ആ നാമത്തെ ശബ്ദമുയർത്തി ചേർന്ന് ശ്രീ യേശുനാമം, ശ്രീ യേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. ശ്രീ യേശുനാമം, ശ്രീ യേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് ആ കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചവരാരും ഒരു നാളും എങ്ങും ലജ്ജിക്കപ്പെട്ടു പോയിട്ടില്ല. ഈ പ്രാരംഭ നിമിഷം ദൈവദാസൻ പാടിയത് ഒരു കാര്യമുണ്ട്: എല്ലാ പ്രതികൂലം മാറും, ശുഭദിനമാഗതമാകും. പതറാതെ നിന്നാൽ, തളരാതെ നിന്നാൽ നാം ലജ്ജിച്ചു പോകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാനല്ല എന്റെ ദൈവം നിന്നെ വിളിച്ചത്. ഇന്ന് പകലിൽ നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലും ആ യേശു കർത്താവിന്റെ നാമത്തെയാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ, അവന്റെ നാമത്തെയാണ് നീ ഉയർത്തുന്നതെങ്കിൽ, നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകാൻ അവൻ ഇടയാക്കുന്ന ദൈവമല്ല. നീ ഒരിക്കലും നിരാശനായി പോകാൻ അവൻ ഇടയാക്കുന്ന ദൈവമല്ല. ഇന്ന് പകലിലും ഹല്ലേലൂയ, നിന്നെ പണിതുയർത്തുന്ന ഒരു നാമം, അത് യേശു കർത്താവിന്റെ നാമമാണ്. എല്ലാ മുട്ടും മടങ്ങുന്ന നാമം, എല്ലാ നാവും ഏറ്റുപാടുന്ന നാമം, എന്റെ യേശു കർത്താവിന്റെ നാമം. ഇന്ന് പകലിൽ അവനിൽ വിശ്വസിക്കുന്നവർ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് പകലിൽ അവനിൽ മാത്രം ആശ്രയിക്കുന്നവർ ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. എല്ലാ തരങ്ങളെ തുറന്ന് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം ഒന്ന് ദൈവസന്നിധിയിൽ അടച്ച്, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറന്ന് ഇന്ന് പകലിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: കർത്താവിനെ ബുദ്ധി കൊണ്ടും ആരാധിക്കാൻ പറ്റും, ദൈവത്തെ ആത്മാവിലും ആരാധിക്കാൻ പറ്റും. ഇന്ന് പകലിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് കർത്താവിനെ ആരാധിക്കാനല്ല, നമ്മുടെ ആത്മാവിൽ നാം ആ ദൈവത്തെ സ്തുതിക്കാനാണ്. നാം ബുദ്ധി കൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നത് ഈ ലോകത്തിലെ മനുഷ്യന്റെ മുഖവും ശബ്ദവും ഒക്കെയാണ്. പക്ഷെ ഇന്ന് പകലിൽ നാം ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നിനക്ക് കാണാൻ കഴിയും. ഇന്ന് പകലിലും അന്തരീക്ഷം മാറുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്ന് പകലിൽ ആ ദൈവ സാന്നിധ്യത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇന്ന് പകലിലും ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തേ. ഇന്ന് പകലിൽ ഹൃദയങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. ആ ഹൃദയം തുറന്ന് നന്ദിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ.
കേവലം വാക്കുകൾ കൊണ്ട് മാത്രം അപ്പ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയല്ല. ഇന്ന് പകലിൽ എന്റെ ജീവിതം കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, എന്റെ പ്രവർത്തികൾ കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകലിലും അവന്റെ മഹത്വം നമ്മുടെ മേൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ദേശത്തിൽ അവന്റെ നാമം ഉയരപ്പെടേണ്ടതിന് എല്ലാ വായികളും തുറന്ന് ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വഭൂമാ. ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വഭൂമായി. ആടിയണിതാ. ആ കരങ്ങളെ എല്ലാം ഒന്ന് ഉയർത്തി ചേർന്ന് ശബ്ദം ഉയർത്തി ആടിയണിതാ. ഓ ആടിയണിതാ ദേവാ, ആടിയണിതാ ദേവാ. ഓ ആടിയണിതാ ദേവാ, ആടിയണിതാ. ആടിയണിതാ. ഓ ആടിയണിതാ ദേവാ, ആടിയണിതാ ദേവാ. ഓ ആടിയണിതാ ദേവാ, ആടിയണിതാ. നീ എന്റെ സങ്കേതവും, ഓ നീ എന്റെ സങ്കേതവും. നീ എന്റെ കോട്ടയും, നീ എന്റെ കോട്ടയും. നീ എന്റെ പ്രാണനാഥൻ, നീ എന്റെ പ്രാണനാഥൻ. നീ എൻ ദൈവം, നീ എൻ ദൈവം. നീ എന്റെ സങ്കേതവും. സഭശബ്ദം ഉയർത്തിച്ചേർന്ന് നീ എന്റെ സങ്കേതവും, നീ എന്റെ കോട്ടയും. നീ എന്റെ പ്രാണനാഥൻ, നീ എന്റെ പ്രാണനാഥൻ. നീ എൻ ദൈവം, നീ എൻ ദൈവം. അതുകൊണ്ട് ആ നല്ല ദൈവത്തെ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിച്ചേർന്ന് ആരാധിക്കും ഞാൻ, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വഭൂമായി. ആടിയണിതാ. സഭ ചേർന്ന് പാടാമോ? ആരാധിക്കും ഞാൻ, ഓ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവ്വഭൂമായി. ആടിയണിതാ. സഭ ചേർന്ന് പാടാമോ? ആടിയണിതാ. ഓ ആടിയണിതാ ദേവാ, ആടിയണിതാ. ഇന്ന് പകലിൽ ദേശം കേൾക്കുമാറ്, പിശാച് കേൾക്കുമാറ്, ഇന്ന് പകലിൽ ഹൃദയം തുറന്ന ദൈവത്തെ ഉയർത്താൻ കഴിയുന്നവർ ശബ്ദം ഉയർത്തി ഒന്ന് പറയാമോ? എന്റെ ഹൃദയത്തെ പൂർണ്ണമായ പ്രശംസയിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ ദേഹത്തെ ആത്മാവിനെ ഇന്ന് പകലിൽ അങ്ങയുടെ സന്നിധിയെ കേൾപ്പിക്കുന്നു. എണിതാ
ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി. ഇന്ന് പകലിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ അങ്ങനെ ഉയർത്തിയാലും ഉയർത്തിയില്ലെങ്കിലും ഞാൻ അങ്ങേ ആരാധിക്കും, അങ്ങനെ മാനിച്ചാലും മാനിച്ചില്ലെങ്കിലും ഞാൻ അങ്ങേ ആരാധിക്കും. ഇന്ന് പകലിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്, ഞാൻ തകർന്നു പോകാൻ ഇടയാക്കുന്ന ദൈവമല്ലേ എന്റെ ദൈവം? ഇന്ന് പകലിൽ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട ആരെങ്കിലും ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, മെഡിക്കൽ റിപ്പോർട്ടുകൾ നിനക്കെതിരാണെങ്കിലും, നിന്റെ കൂടെയുള്ള നിന്റെ സഹോദരങ്ങൾ നിനക്കെതിരാണെങ്കിലും, നിന്റെ മാതാപിതാക്കൾ നിനക്കെതിരാണെങ്കിലും, സകലത്തെ അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു നല്ല അപ്പൻ എന്റെ കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവർ ഇന്ന് പകൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ മേൽ അഭിഷേകം വീണിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിന്റെ അവസ്ഥകളല്ല, നിന്റെ സാഹചര്യമല്ല, നിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളല്ല. നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നിന്നെ വിളിച്ച ദൈവമാണ്, നിന്നിൽ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ്. ഇന്ന് പകൽ അഭിഷേകത്തിന്റെ നിറവോടെ ആ ദൈവത്തെ ചില നിമിഷങ്ങളൊന്ന് സ്തുതിച്ചേ. വായകളെ തുറന്ന് ഇന്ന് പകൽ ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. പിശാച് കേൾക്കുമാറ്, പിശാച് വിറയ്ക്കുമാറ് ഇന്ന് പകൽ ആ കർത്താവിന്റെ നാമത്തെ ഒരുമിച്ച് ഉയർത്തിക്കേ. ചില നിമിഷങ്ങൾ അന്യഭാഷകൾ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അതരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ അന്യഭാഷകൾ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുന്നവർ അതരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ ആ വായകളെ തുറന്ന് നന്ദിയോടെ 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 ശക്തിയോടെ ചില നിമിഷങ്ങൾ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുന്നവർ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് വായകളെ തുറന്ന് പിശാചേ, നീ എന്നെ തകർക്കാൻ എത്രയൊക്കെ പദ്ധതി ഒരുക്കിയാലും ഇന്ന് മുകളിൽ എന്നെ മാനിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ എന്നെ ഒരിക്കലും കൈവിടത്തില്ല, അവൻ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും ലജ്ജിക്കപ്പെടാൻ അവൻ ഇടയാക്കുന്ന ദൈവമല്ല. ഇന്ന് മകളിൽ വിശ്വസിക്കുന്നവർ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ആ കരങ്ങളെ ഒന്ന് ചേർത്തിടിച്ച് നന്ദിയോടെ ഒന്ന് സ്തുതിച്ചേ. ഇന്ന് മകൾ ആത്മാവിൽ ചില നിമിഷങ്ങൾ ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ ഭാവിക്കെതിരെ ശത്രു വെച്ചിരിക്കുന്ന സകല കെട്ടുകളും ഇന്ന് മകളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. വിശ്വാസത്തോടെ ഇന്ന് മകളിൽ ആത്മാവിൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, ആത്മാവിൽ ആ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. Thank you, Jesus. ആത്മതീയായി നീ വാരണം, കൊടും കാറ്റായി ആളിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞിടുവാൻ. ചേർന്ന് പാടാമോ? ആത്മതീയായി നീ വരണം, കൊടുങ്കാറ്റായി കൊടുങ്കാറ്റായി ആളിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞി. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ. ആത്മതീയായി ആത്മതീയായി നീ വരണം, കൊടുങ്കാറ്റായി ആളിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞിടും. ഇന്ന് മകൾ ആത്മനിറവിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്തോടെ ചൊരുമിച്ച് നന്ദിയോടെ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ആ കരങ്ങളെ ഒന്ന് തട്ടി ഹല്ലേലൂയ. ഓ ശബരംജേ പരിശുദ്ധാത്മാവേ നീ വരണം, പരിശുദ്ധാത്മാവേ നീ വരണം, ഞാൻ നിന്നിൽ വളർന്നിടുവാൻ നീ എന്നിൽ നിറഞ്ഞിടണം, ഞാൻ നിന്നിൽ വളർന്നിടുവാൻ നീ എന്നിൽ. ചേർന്ന് പാടാമോ? പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ
വരണം, പരിശുദ്ധാത്മാവേ എന്നിൽ വരണം, ഞാൻ നിന്നിൽ വളർന്നിടുവാൻ നീ എന്നിൽ നിറഞ്ഞിടണം, ഞാൻ നിന്നിൽ വളർന്നിടുവാൻ നീ എന്നിൽ സമക്ഷം ആത്മജിയായി ആത്മജിയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞി ആത്മജിയായി ആത്മജിയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ പരിശുദ്ധാത്മാവേ എന്നിൽ വരണോ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണം, പരിശുദ്ധാത്മാവേ എന്നിൽ വരണം, ഞാൻ നിന്നിൽ വളർന്നിടുവാൻ നീ എന്നിൽ നിറഞ്ഞിടണം, അവൻ ഞാൻ നിന്നിൽ വളർന്നിടുവാൻ ആ കൊതിയോട് ചേർന്ന് പറഞ്ഞോ, ആത്മജിയായി നീ വരണം, ആത്മജിയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞി ആത്മജിയായി നീ വരണം, ആത്മജിയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ എന്നെ സ്നേഹത്താൽ നിറയ്ക്കണമേ, എന്നെ സ്നേഹത്താൽ നിറയ്ക്കണമേ, ഞാൻ നിന്നിൽ വസിച്ചിടുവാൻ ആത്മാവിൻ വചനത്താലേ നീ എന്നെ നടത്തേ, ആത്മാവിൻ വചനത്താലേ ആത്മാവിൻ വചനത്താലേ നീ എന്നെ സ്നേഹത്താൽ നിറയ്ക്കണമേ, എന്നെ സ്നേഹത്താൽ നിറയ്ക്കണമേ, ഞാൻ നിന്നിൽ വസിച്ചിടും ആത്മാവിൻ വചനത്താലേ ആത്മാവിൻ വചനത്താലേ നീ എന്നെ നടത്തേ, ആത്മാവിൻ വചനത്താലേ ആത്മാവിൻ വചനത്താലേ നീ എന്നെ അതുകൊണ്ട് ചേർന്ന് ആത്മജിയായി ആത്മജിയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞി ആത്മജിയായി നീ വരണം, ആത്മജിയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, അന്ധകാര ശക്തികളിന്മേൽ ആത്മാവിൽ നിറഞ്ഞിടുമ്പോൾ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിടും, വിശ്വാസത്തോടെ ആത്മാവിൽ നിറഞ്ഞിടുമ്പോൾ അത്ഭുതങ്ങൾ ഞാൻ, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, അന്ധകാര ശക്തികളിന്മേൽ ആത്മാവിൽ നിറഞ്ഞിടുമ്പോൾ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിടും, ആത്മാവിൽ നിറഞ്ഞിടുമ്പോൾ ആത്മാവിൽ നിറഞ്ഞിടുമ്പോൾ അത്ഭുതങ്ങൾ അഭിഷേകത്തോടെ ആത്മജിയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്ക ആത്മാവിൽ തീമഴ പെയ്യണോ, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ നിറഞ്ഞിടും ആത്മജിയായി നീ വരണം, കൊടുങ്കാറ്റായി ആടിക്കത്തണം, ആത്മാവിൽ തീമഴ പെയ്യണം, ആത്മനിറവിൽ അന്ത്യനാളിൽ ഉണർവിനായി
ആത്മധീയായി ഇന്ന് പകരം ഞങ്ങളുടെ മേലൊന്ന് വരണമേ. ആത്മധീയായി ആത്മധീയായി നീ വരണം. കൊടുങ്കാറ്റായി ആളിക്കത്തണം. ആത്മാവിൽ തീമഴ പെയ്യണം. ആത്മനിരവിൽ ആത്മധീയായി ആത്മധീയായി നീ വരണം. കൊടുങ്കാറ്റായി ആളിക്കത്തണം. ആത്മാവിൽ ഇത് മകന്റെ ആത്മാവിൽ ആ ദൈവത്തെ നമ്മൾ സ്തുതിച്ചേ. ശിവനം ചുരമാനബല ക്ഷകനം ചുരബലബല രക്ഷകനം ധരേ. ശിവനം ചുരബലബല ധികരകല ശിവനം ചുരവിരമന രക്ഷകനാവരേ. ശിവനം ചുരബലബല ധിരമന ധികരക രക്ഷകനം ധരേ. ശിവനം ചുരബലബല ധിരമന ധികരക രക്ഷകനം ധരേ. ശിവനം ചുരബലബല ധികര ശകലം ചുരമാരകരേ. ശിവനം ചുരബലബല ധിരമന ധികമന ബൗദ്ധ ശന്തരേ. ശിവനം ചുരബലബല ശീലന ബൗദ്ധ ശന്തേ. ശിവനം ചുരബലബല ധിരമന ധികമന ധികര ശകലേ. ശിവനം ചുരബലം ചുരബലം ചുരവീരമന ശകലാസരേ. ശമനന ധിരമന ധികര ശകലം ചുരമ. ശിവനം ചുരമാരകര ശകലം ചുരവേ. ശിവനം ചുരമാരവര ശീലന ചുരവിരമന ധികര ശകലേ. ശിവനം ചുരമാരകര ശകല ചുരമനവര രക്ഷേ. ശിവനം ചുരമനവര ധികര ശകലം ചുരവ. ശിവനം ചുരവാര ക്ഷേരി രക്ഷേ. ശിവനം ചുരമാരകര ശിവനം ചുരവര. ശിവനം ചുരമനവര ശിവനം ചുരവിരമന രക്ഷേരേ. ശിവനം ചുരമനവര ധികര ശകല ചുരവ. ശിവനം ചുരമാരകരേ. ശിവനം ചുരമാരകരേ. വിവാന ശക്തേരേ. വിവാന ശകലന്തേ. വിവന ശകലം ചരവേ. വിവന ശിവനം തേരേ. വിവാന ശക്തേ. വിവാന ശകലന്തേ. വിവന ശവനം ചരവേ. വിവാന ശകലന്തേ. വിവന ശിവനോ ചരവേ. യേ ശാരമാന ചേരി മാന ശക്തേ. ശിവനാമന ശക്തേ സരനാഹേ. ശവനം ചുരമാരകരേ ശകലം ചുരമാരകരേ. ചേരേ രേ ശക്തേ. ശിവനാമനാഥേ. ശിവനം തേരേ. വിവന രക്ഷേ. വിവനം ശക്തേ. ശീലന രക്ഷേ. വിവനം ശകനാഥേ. ശിവനം തേരേ. വിവനം ശവനാഥേ. വിവനം ശക്തേ. വിവനം ശവനം ചുരമാന ശേതേ. വിമാനാമനാഥേ. വിമാന രക്ഷതേരേ. ഓ രവനവന ശിയാനമാനമാനമാനമാനമാനേ. യേശികാമ ശിയാനമാനക ശിയാനമാനേ. രക്ഷമ ശിയാനമാനമാനമാനമാനക ശിയാനമാനേ. ജീവനം ചുരമനവന ചുരമന രക്ഷകനന്തരേ. Thank you, Jesus. വത്സമാനമാനമാനമാനക ശിയാനമാനേ. യേശാനമസ്തേ. Thank you, Jesus. Oh, Ramashamanamashate. Rikamasate. അല്പനിമിഷങ്ങൾ അന്യഭാഷകളെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അന്യഭാഷകളിൽ ചില നിമിഷങ്ങൾ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ അന്യഭാഷ ലഭിച്ച ദൈവത്തിന് മൗനമായിരിക്കരുത്. അഭിഷേകം പ്രാപിച്ച ദൈവത്തിന് മൗനമായിരിക്കരുത്. ഇന്ന് പകലിൽ വായിലെ തുറന്ന് ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകൽ ആത്മാവിൽ ആ കർത്താവിനെ ആരാധിച്ചു തുടങ്ങിക്കേ. എല്ലാ ആദരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും അപ്പാ അങ്ങയുടെ മഹത്വം ഇന്ന് പകലിൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുമ്പോൾ കർത്താവേ, എന്റെ പല സാഹചര്യങ്ങളും കർത്താവേ എനിക്കത് പരിഹരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയങ്ങളും ഇല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇതുവരെയും
അസാധ്യമായ ഒരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടാതിരിക്കുന്നത് നാമും ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയൊക്കെയോ വിള്ളൽ സംഭവിച്ചത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, എന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണം ഞാൻ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് പകലിലപ്പ എന്റെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ എന്തെങ്കിലും കുറവുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലപ്പ അതിനെ പൂർണ്ണമായി അങ്ങെടുത്ത് മാറ്റണമേ. ഹല്ലേലൂയ. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇന്ന് പകലിലും അപ്പ അങ്ങനെ ഒന്ന് പണിയണമേ. അങ്ങ് ഞങ്ങളെ ഒന്ന് പണിയണമേ. ആ ദൈവ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് നിറയണമപ്പ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ നടുവിൽ ഞങ്ങൾക്ക് മാറണമപ്പ. ഹല്ലേലൂയ. മോശ ദൈവത്തോട് പറഞ്ഞതുപോലെ അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. ഇന്ന് പകലിലും ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം വെറുതെയാ. ഇന്ന് പകലിൽ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ മറ്റാരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഹല്ലേലൂയ എത്ര പേർക്ക് പറയാൻ കഴിയും, ആ ദൈവ സാന്നിധ്യം എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് എന്റെ ജീവിതത്തിൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ലോകം പറയും നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. ലോകം പറയും ഇനി നിനക്ക് ഒരിക്കലും ഒരു നന്മ കാണാൻ കഴിയത്തില്ല. മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയും നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ആത്മീക പിതാവ് പാസ്റ്റർ പറയുന്ന എപ്പോഴും ഒരു കാര്യമുണ്ട്. ഡോക്ടർമാർ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ സത്യം അതല്ല. സത്യം ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതുമായ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും സാഹചര്യം മോശമാണെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്റെ സാഹചര്യമല്ല, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയമല്ല, നിന്റെ മുമ്പിൽ എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നത്. നിന്റെ ഭാവി തീരുമാനിക്കുന്നത് നിന്നെ വിളിച്ച ദൈവമാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ട ദൈവം. എന്റെ ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളെ എല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ഇന്ന് പകൽ ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ നിറയ്ക്കാ അനുദിനം എന്നെ പാരണേ. പരിശുദ്ധാത്മാവ നിറയ്ക്കാ അനുദിനവും എന്നെ പാരണേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ. ആ കരങ്ങളെയെല്ലാം ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിച്ചേർന്ന് പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാ കാവൽ വേണം, കാവൽ വേണം. പരിശുദ്ധാത്മാ കൂടെ വേണം, കൂടെ വേണം. പരിശുദ്ധാത്മാവേ സമക്ഷേർന്ന് പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം. പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, കാവൽ വേണം. പരിശുദ്ധാത്മാവേ കൂടെ വേണം, കൂടെ വേണം. പരിശുദ്ധാത്മാവേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന വലിയ ഓരോ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്.
അപ്പോൾ തന്നെ എനിക്ക് മീതയാക്കി വെച്ചിരിക്കുന്ന ദൈവദാസന്മാരെ ഈ നിമിഷം ഓർക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം കൂടെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന എൻ്റെ സഭയും ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലൻ പാസ്റ്റർ ടിനോ ജോർജ് കുടുംബം, അപ്പോൾ തന്നെ എനിക്ക് മീതയാക്കി വെച്ചിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ കുടുംബം, എല്ലാവരെയും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ കടന്നു വന്ന ഓരോരുത്തർക്കും ഇന്നും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞൊരാഴ്ചക്കാലം നമ്മെ ക്ഷേമമായി ഈ ലോകത്തിൽ കർത്താവ് പരിപാലിച്ചു. കഴിഞ്ഞ 6 മാസക്കാലം കർത്താവ് നമ്മെ ഈ ലോകത്തിൽ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ ശരണപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. എന്നാൽ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ നമ്മെ വിട്ടകന്നു പോകുമ്പോഴും ഇന്നും ഉറപ്പുള്ള ഒരു മറവിടമായ ഗോപുരത്തിൽ അടുത്തു വന്നവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇന്നും എന്നെ വിട്ടകന്നു പോകാത്ത ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നു പകലിലും അത് അനുഭവിച്ചവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, ഇന്ന് പകലിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ നടക്കുമെന്നും എന്റെ ജീവിതത്തിൽ എന്നെ ഈ ലോകത്തിൽ ആരൊക്കെ വിട്ടകന്നു പോയാലും എന്നെ അകന്നു മാറാതെ, എന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാതെ എന്നെ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവിക കരം ഇന്നും എന്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്നും പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വന്ന ഇടം അതൊട്ടും തെറ്റിപ്പോയിട്ടില്ല. ഇന്നും നിങ്ങൾ വന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത ചില മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം അത് ചെയ്യുകയാണ്. ഇന്ന് പകലിലും വീണ്ടെടുക്കപ്പെട്ട ജനം ഇന്നും അവനെ സ്തുതിക്കാൻ കൃപയുണ്ടെങ്കിൽ എല്ലാവരും അധരം തുറന്ന് പ്രതീക്ഷയോടെ കർത്താവിനെ സ്തുതിച്ച് വിശ്വാസത്തോടെ ഇന്ന് പകലിലും നാം ഈ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു യഥാർത്ഥ ഭക്തന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ സമയത്തും എന്റെ കർത്താവിനെ ആരാധിപ്പാൻ, എന്റെ യേശുവിനെ എനിക്ക് സ്തുതിപ്പാൻ, ഇന്നും എന്റെ ജീവിതത്തിൽ ഞാൻ എന്നും അങ്ങേ ആരാധിക്കുമെന്ന് പറയാനുള്ള ഉറപ്പ്, ഇന്നും അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ദൈവമാകയാൽ we welcome Holy Spirit, we welcome Holy Spirit. അതുകൊണ്ട് പറയാമോ, ഈ ലോകത്തിൽ കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, അങ്ങ് എനിക്ക് വേണ്ടി യാഗമായതുകൊണ്ട്, അങ്ങ് എനിക്ക് വേണ്ടി നിന്ന് സഹിച്ച് ഇന്നും പലതും എനിക്ക് വേണ്ടി ചെയ്തതുകൊണ്ട് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു. ഇന്നും പ്രഭാതത്തിൽ ഞാൻ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുകയാണ്. അതുകൊണ്ടും ഇന്ന് പകലിൽ ഒന്ന് പറയാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ആരാധിച്ചതുപോലെ അല്ല. ആമേൻ. എന്റെ ആരാധന ഇത്രയും പോരാ, ഇതിലും അധികമായി എന്റെ കർത്താവിനെ ആരാധിപ്പാൻ ദൈവത്തിൽ നിന്നുള്ള വലിയ കൃപയെ ഒന്ന് പ്രാപിച്ച് ഹല്ലേലൂയ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ശബ്ദം ഉയർത്തി പാടിയ യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ,
പോരാ, എനിക്ക് ഇത്രയും സ്തുതിച്ചാൽ പോരാ. ഇന്നും എന്റെ സങ്കടങ്ങൾ തീർത്തത് കൊണ്ട് മാത്രമല്ല, എന്റെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയത് കൊണ്ട് മാത്രമല്ല, മറിച്ച് എനിക്ക് വേണ്ടി ഒരുവൻ ഈ ലോകത്തിൽ മരിച്ചതുകൊണ്ട്, എനിക്ക് വേണ്ടി ഒരുവൻ യാഗമായതുകൊണ്ട്, എന്നെ വീണ്ടെടുത്തതുകൊണ്ട് ഞാൻ എന്നും അങ്ങേ ആരാധിക്കും. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ, ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. ഹൃദയത്തിൽ നിന്ന് എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ.
ചോദിച്ചോ, സന്നിധിയിൽ വസിച്ചോട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിലും നമ്മൾ പാടിയതുപോലെ, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് പറഞ്ഞതുപോലെ, എന്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളുടെ മേലും പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമല്ല, എന്നെ ഈ ലോക സ്ഥാപനത്തിൽ മുന്നമേ തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമല്ല, എനിക്ക് വേണ്ടി കരുതിയത് കൊണ്ട് മാത്രമല്ല ഞാൻ അങ്ങേ സ്തുതിക്കുന്നത്, മറിച്ച് ഇന്നും എനിക്ക് വേണ്ടി ജീവൻ തന്നു വീണ്ടെടുത്ത കർത്താവിന്റെ സ്നേഹം അത് മനസ്സിലാക്കാൻ കൃപയുള്ളവർ അവനെ ഒന്ന് സ്തുതിച്ചേ. ഇന്നും നമ്മുടെ നടുവിൽ നമ്മോട് സംസാരിപ്പാൻ ഒരു കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. പ്രതീക്ഷയുള്ളവർ മാത്രം അവരൊന്ന് ആമേൻ പറഞ്ഞ്, പ്രതീക്ഷയുള്ളവർ മാത്രം ഒന്ന് പറഞ്ഞ്, കഴിഞ്ഞ നിമിഷം വരെ എന്നോട് സംസാരിച്ചതുപോലെയല്ല, ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ ഇന്നും എന്നോട് സംസാരിക്കും. എന്റെ വിഷയത്തിൽ സ്വർഗം ഇടപെടുമെന്നൊന്ന് പറഞ്ഞ്, എന്റെ വിഷയത്തിലും സ്വർഗം ഇടപെടും. എന്റെ കണ്ണുനീര് കാണാതെ മറികടന്ന് പോകുന്ന ദൈവമല്ല എന്റെ കൂടെയുള്ളത്. ഇന്നും ഒരുവന്റെ വിളി കേട്ട് നടന്ന കർത്താവിന്റെ ആ ചലനം നിന്നതുപോലെ ഇന്ന് പകലിലും നിന്റെ ശബ്ദം കേട്ട് ഒരുവൻ ആ ശബ്ദത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. Come on. Hallelujah. Hallelujah. ഇന്ന് പകലിലും ഒന്ന് പറയാമോ, നമ്മൾ ആരാധിക്കുന്ന ദൈവം അവൻ അധികാരമുള്ള ദൈവമാണ്. ഇന്നും നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിപ്പാനും ഇന്നും ശത്രു കരങ്ങളിൽ അകപ്പെട്ടു പോകാതെ നമ്മെ ചേർത്ത് പിടിച്ചതും അവന്റെ അധികാരമാണ്. ഇന്നും നമ്മെ സൂക്ഷിക്കുന്നതും അവന്റെ അധികാരമാണ്. ഇന്നും ശത്രുവിന്റെ സകല പദ്ധതികളോടും എതിർത്ത് നിന്ന് ഇന്നും നമ്മെ വീണ്ടെടുത്ത ക്രിസ്തു അവൻ അധികാരമുള്ള ദൈവമാണ്. കരം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞേ. ആമേൻ. പലരും പല വിധത്തിൽ അവസാനിച്ചു എന്ന് ചിന്തിച്ച ചില വിഷയത്തിൽ 2 ദിവസത്തിന് ശേഷം 3-ാം ദിവസവും ഒരു ദൈവ പ്രവൃത്തി സ്വർഗം ചെയ്തതുപോലെ സകലരും വിധി എഴുതിയതിന്റെ മുന്നിൽ, സകലരും വിധി എഴുതിയതിന്റെ മുന്നിൽ പ്രവർത്തിച്ച സ്വർഗം ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞേ, അവൻ വാഴ്ചകളെയും അവൻ അധികാരത്തെയും ആയുധവർഗം വെപ്പിച്ച് ഇന്നും ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ദൈവം
ഇന്ന് പലരും പറയും ക്രൂശോടുകൂടി സകലതും അവസാനിച്ചു, അല്ലെങ്കിൽ ക്രൂശിനൊരു തോൽവി സംഭവിച്ചു. എന്നാൽ നമുക്ക് പറയാൻ ഒന്നുണ്ട്. നാം ആരാധിക്കുന്ന ദൈവം അവൻ ക്രൂശിനെ ജയിച്ച ദൈവമാണ്. അവൻ മരണത്തെ ജയിച്ച ദൈവമാണ്. അവൻ പാതാളത്തെ ജയിച്ച ദൈവം. ഒന്ന് പറഞ്ഞേ, ഞാൻ ആരാധിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച് ഈ ലോകത്തെ നോക്കി ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്. അവൻ ജയിച്ച ജയാളിയ. ശമനവയുടെ പ്രമാണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് അവനെ ആരാധിക്കാൻ പോകുകയാണ്. ജയിച്ച കർത്താവിനെ എങ്ങനെ ആരാധിക്കണമെന്ന, ജയിച്ച വ്യക്തിയെ പോലെ ആരാധിക്കണം. ഹല്ലേലൂയ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആ വരികൾ എത്രമേൽ ശ്രദ്ധിച്ചു? ഇന്നും ആരിലും ഉന്നതനായ ദൈവം, ആരിലും ശ്രേഷ്ഠനായ ദൈവത്തെ ഇന്ന് ആരാധിക്കുമ്പോൾ, ഇന്ന് പ്രതീക്ഷയോടെ ആരാധിക്കുക, മടുത്തു പോകാതെ ആരാധിക്കുക. കരം തട്ടി യേശുവിനെ. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം. യേശുവിനെ കർത്താവിനെ വിശ്വസിക്കാം. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം. യേശുവിനെ കർത്താവിനെ യേശുവിനെ
പ്രിയനായോനെ സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ശുഭനാരകനെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ഘോഷിച്ചിടാം യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ആരാധിക്കാം യേശു ക്രിസ്തുവിനെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ആരാധിക്കാം എല്ലാവരും ചേർന്ന് ആരാധന യേശുവിനെ വണങ്ങിടാം കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ എന്നെ നടത്തുന്നവേ എന്നുമെന്നും എന്നെ നടത്തുന്നവേ എന്നുമെന്നും എല്ലാ പ്രതികൂലങ്ങളും യേശുമതിരമാകരമാകും എല്ലാ പ്രതികൂലങ്ങളും വിശ്വാസത്തോടെ പാടിക്കും ലക്ഷിച്ചു പോകയില്ല നാം ലക്ഷിച്ചു വിശ്വാസത്തോടെ തളരാതെ നിന്നാൽ വാതിലുകൾ അടയുമ്പോൾ
ചാടി